ഏതൊരു സ്ഥാപനത്തിനാകട്ടെ രാഷ്ട്രത്തിനാവട്ടെ ശത്രുക്കൾ ഉണ്ടാവും എന്നുള്ളത് നിശ്ചയം, സംശയമൊന്നുമില്ല. നമ്മുടെ സ്വാഭാവികതയെ തടയുന്നതൊക്കെ ശത്രുക്കളാണ്, നമ്മുടെ വളർച്ചയെ തടയുന്നതൊക്കെ ശത്രുക്കളാണ്, സംശയമൊന്നുമില്ല. ഞാൻ മാത്രം നന്നായി എന്നുള്ളതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് തിരുവനന്തപുരം വണ്ടി ഓടിച്ച് കൊച്ചിക്ക് പോകണം. അപ്പൊ എൻ്റെ ഡ്രൈവർ പറയുന്ന കാര്യമുണ്ട്, നമ്മള് ഇവിടുന്ന് കൊച്ചിക്ക് പോകുമ്പോൾ എത്ര ആളുകളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്, അല്ലേ? ഒരു ബോധമില്ലാത്ത ആൾക്കാർ തിരിച്ച് നമ്മളെ നേർക്ക് വരും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറിക്കൊടുക്കുന്നു, നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നുണ്ട്, അവരെയും രക്ഷിക്കുന്നുണ്ട്, അല്ലേ? അപ്പോ നമ്മൾ മാത്രം നേരെയായിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ അല്പം ഒരു ശ്രദ്ധ കുറവുണ്ട്, നമ്മൾ വേണ്ടത്ര ജാഗരൂകരല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് അപകടം വരും. ഞാൻ ഒരു ഡ്രൈവിങ്ങിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, സ്ഥാപനം നടത്തുമ്പോഴും അങ്ങനെയാണ്, രാഷ്ട്രത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ശത്രുക്കളെ എങ്ങനെ നേരിടണം? പല വഴികളും വേദം പറയുന്നുണ്ട്. അതിലൊരു വഴി പറയുകയാണ്, ഒരു വഴിയെക്കുറിച്ച് വേദം പറയുകയാണ്, നമുക്ക് നോക്കാം. ആ ദ്രിൽഹാം പുരം വിവിശുഹു, ആ ദ്രിൽഹാം പുരം വിവിശുഹു, പ്രമാണമാണ്. പറയണം, അഗ്നിയുടെ ഭക്തൻ ശത്രുക്കളുടെ നഗരങ്ങളിൽ പ്രവേശിക്കുന്നു. ആ ദ്രിൽഹാം പുരം വിവിശുഹു, അഗ്നിയുടെ ഭക്തൻ ശത്രുക്കളുടെ നഗരങ്ങളിൽ പ്രവേശിക്കുന്നു. എന്തിനാ പ്രവേശിക്കുന്നത്? തീർച്ചയായും അവിടുത്തെ രഹസ്യങ്ങളെല്ലാം അറിയാനും അവിടെ നിന്ന് തനിക്കു നേരെ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രത്തിന് നേരെ, തന്റെ സ്ഥാപനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കുവാനാണ്. എങ്ങനെയാണ് ഹനുമാൻ ലങ്കയെ ചുട്ട് ചാമ്പലാക്കിയത് എന്നും ഒന്ന് പറഞ്ഞ് പഠിച്ചു വെക്കുക. ഇവിടെ എന്താ പറയണത്? അപ്പോ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ അഗ്നി. ജ്ഞാനസ്വരൂപനാണ്, അഗ്നിയാണ് ഇതിന്റെ ദേവത, ജ്ഞാനസ്വരൂപനാണ്. അപ്പോൾ അറിവ് ഉപയോഗിച്ച് വേണം ശത്രുവിന്റെ മാളത്തിലേക്ക് കടക്കാൻ. നമ്മുടെ പ്രശസ്തമായ അല്ലെങ്കിൽ നമ്മുടെ NSA സന്ദർഭത്തിൽ ഒന്ന് ഓർത്തു പോവുകയാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ശ്രീ അജിത് ഡോവൽ കുറെ കാലം രഹസ്യമായി പാകിസ്ഥാനിൽ ജീവിച്ചിരുന്ന കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അഗ്നിയുടെ ഭക്തൻ ശത്രുവിന്റെ നഗരങ്ങളിൽ പ്രവേശിക്കുന്നു എന്ന് ഋഗ്വേദം പറഞ്ഞത് ഇതുമായി ചേർത്തൊന്നും വെച്ചിട്ട് പഠിക്കൂ. വേദവാണി എല്ലാ കാലത്തേക്കും ആവശ്യമായ അറിവുകളാണ്.